അല്ല, ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുമുണ്ട്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ, കേരളത്തിൽ മാത്രമല്ല മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ 5 കൊല്ലം തികച്ച് ഭരിച്ച സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ പൊതുവെ ഒരു വിപ്രതിപത്തി ഉണ്ടാവും. ഇവരുടെ ഭരണം മടുത്തു, പ്രത്യേകിച്ച് ഇവരെ കാരണമൊന്നും വേണമെന്നില്ല. ഓക്കെ. പക്ഷേ ആളുകൾക്ക് ഇത് മതിയായി എന്ന് തോന്നും. നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ആളുകൾ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, 5 കൊല്ലം ഇവർ കട്ടതല്ലേ, ഇനി 5 കൊല്ലം അവർ കക്കട്ടെ. ഇതാണ് സാധാരണക്കാരുടെ ഒരു ചിന്താഗതി. അപ്പോൾ 5 കൊല്ലം LDF ഭരിച്ചാൽ 5 കൊല്ലം UDF, 5 കൊല്ലം UDF ഭരിച്ചാൽ 5 കൊല്ലം LDF. ഇതാണ് അതിൻ്റെ ഒരു സാധാരണ രീതി. ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നതെങ്കിൽ അവരുടെ അക്രമ രാഷ്ട്രീയം, RSS മാർക്സിസ്റ്റ് സംഘടന, അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗ് മാർക്സിസ്റ്റ് സംഘടന, അതുമല്ലെങ്കിൽ CITUകാരുടെ ഈ ഗുണ്ടാപ്പിരിവ്, അട്ടിമറിക്കൂലി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ SFIക്കാരുടെ DYFIക്കാരുടെയൊക്കെ വിദ്യാഭ്യാസ പരിഷ്കാര വിപ്ലവ പ്രവർത്തനങ്ങൾ. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ജനങ്ങൾ വെറുക്കും. അതുപോലെ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ പിന്നെ വളരെ എളുപ്പമാണ്. കാരണം അഴിമതി, കെടുകാര്യസ്ഥത, സമുദായ പ്രീണനം, ഇതൊക്കെ കൊണ്ട് ജനങ്ങൾ വെറുക്കും. അപ്പോൾ എങ്ങനെ പോയാലും 5 കൊല്ലത്തിൽ ഭരണമാറ്റം ഉറപ്പാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. ഇവരുടെ ഭരണമൊക്കെ തീരാറായി, ഇനി 5 കൊല്ലത്തേക്ക് മറ്റേ ഭാഗരാണ് ഭരിക്കാം എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ ജനങ്ങൾ അതിന് തയ്യാറായിരിക്കുകയാണ്. സാധാരണ രീതി അതാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 5 കൊല്ലമല്ല 10 കൊല്ലം ഭരിച്ച സർക്കാരാണ് ഇപ്പോൾ ജനവിധി തേടാൻ പോകുന്നത്. അപ്പോൾ 5 കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരത്തേക്കാൾ കുറച്ചുകൂടി കഠിനമായിരിക്കും 10 കൊല്ലത്തെ വിരുദ്ധ വികാരം. അതാണ് ഇവിടെ പ്രകടമാകാൻ പോകുന്നത്. അത് മിക്കവാറും എല്ലാ ജില്ലകളിലും വളരെ പ്രകടമാണ്. CPMകാർ കൂടുതലുള്ള ജില്ലകളിൽ അല്പം കുറവായിട്ട് തോന്നും. CPMകാർ കുറവായിട്ടുള്ള ജില്ലകളിൽ, ഇപ്പം മലപ്പുറം, എറണാകുളം പോലുള്ള ജില്ലകളിലാണെങ്കിൽ ഇത് വളരെ 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 പ്രകടമായിട്ട് കാണും. ഇതാണ് സംഗതി. പിന്നെ ഇത്തവണത്തെ ഒരു പ്രത്യേകത, ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞ ഫീലിംഗ് സാധാരണ ഹാർഡ് കോർ കോൺഗ്രസ്സുകാരെയോ ഹാർഡ് കോർ മാർക്സിസ്റ്റുകാരെയോ ബാധിക്കില്ല. കാരണം അവരെന്ത് തന്നെയാലും പാർട്ടിക്കേ ചെയ്യും. കോൺഗ്രസ്സുകാരനായിട്ട് ജനിച്ചവന്മാരുണ്ട്, അവർ ഉറപ്പായിട്ട് കൈപ്പത്തിക്ക് ചെയ്യും. അതുപോലെ ലീഗായിട്ട് ജനിച്ചവർ കോണിക്ക് ചെയ്യും. കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ജനിച്ച ആളുകൾ സ്വാഭാവികമായിട്ടും അരിവാളിന് ചെയ്യും. അവർ വോട്ട് മാറ്റി ചെയ്യില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഈ ഇടതുപക്ഷക്കാരുടെ ഇടയിലാണ് വലിയ മടുപ്പ്, വലിയ ചെടിപ്പ്, അധികം ഭരണവിരുദ്ധ വികാരമുള്ളത്. ഇവരത് തുറന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.